ഹായ് ഫ്രണ്ട്സ്, ഈ ചെടി നിങ്ങൾ എവിടെ കണ്ടാലും വിട്ട് കളയരുത്. നരച്ചിട്ടുള്ള തലമുടി കറുപ്പിക്കാനായിട്ട് പലതും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇത്രയധികം നരയുള്ള തലമുടിയെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല കറുകറുന്ന് തലമുടി കറുത്ത് വരികയും ചെയ്യും. നമ്മൾ മുടി വെട്ടുന്നത് വരെ ആ കറുപ്പ് പോവുകയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മൾ എടുക്കുന്നത് ഭൃംഗരാജയാണ്. ചില ഭാഗങ്ങളിൽ ഇതിനെ കയ്യോന്നി എന്ന് പറയും, ചില ഭാഗങ്ങളിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. ഈ ഒരു ചെടി നമ്മൾ തൊടികളിലും മുറ്റത്തും ഒക്കെ പലപ്പോഴായിട്ട് നമ്മൾ പറിച്ച് കളയുന്ന സംഭവമാണ്. ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഹെയറിന് അത്രയധികം നല്ല ഗുണങ്ങൾ കൊടുക്കുന്ന ഒരു ചെടിയാണിത് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള എണ്ണ കാച്ചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ എണ്ണയാണ് നിങ്ങൾ തേക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വയസ്സായാലും മുടി വെളുക്കയില്ല. അതേപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഈ ഒരു ചെടി വെച്ചിട്ട് നമ്മളെങ്ങനെ ഹെയർ ഡൈ ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ വേരോട് കൂടി പിഴുതെടുത്തതാണ് കേട്ടോ. അതിൻ്റെ പൂവും അതിൻ്റെ വിത്തും അതേപോലെ തന്നെ അതിൻ്റെ തണ്ടും അതിൻ്റെ വേരെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനെ ഒന്നും നമ്മൾ കളയുന്നില്ല. അതിന് ഇതേപോലെ ഒരു കുഞ്ഞ് വെള്ള പൂവാണ് ഉണ്ടാവുക. ഇതിന് സാമ്യമായിട്ടുള്ള വേറെ ഒരു ചെടിയുണ്ട്, പക്ഷേ അതും ഇതും ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെക്കും തോറും ഇത് നല്ല ഡാർക്കായിട്ട് വരും, ഒരു കറുപ്പ് കളറിലേക്ക് വരും ഈ അരച്ചിട്ടുള്ള ഈ ലിക്വിഡ്. അപ്പോൾ ഇതൊരു കടായിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് എണ്ണ ചെയ്യുന്ന സമയത്ത് എണ്ണ ഒട്ടും തന്നെ ഇല്ലാത്ത പാത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇരുമ്പിൻ്റെ കടായി ഉണ്ടെങ്കിൽ അത് എടുക്കുക. എൻ്റെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ കടായി എന്ന് പറഞ്ഞാൽ നല്ലപോലെ എണ്ണ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത പാത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കുക. ഈ ഹെന്ന ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഹെയറിലും ഒട്ടും എണ്ണമയം ഉണ്ടാവരുത്. നമ്മൾ തലയിൽ ആദ്യം ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ ഡൈ തലയിൽ അപ്ലൈ ചെയ്യാനും കൂടി പാടുള്ളൂ. അപ്പോൾ ഞാൻ കടായിലിട്ട് നന്നായിട്ട് കണ്ടൊക്കെ നമ്മൾ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി കറുപ്പ് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലിക്വിഡ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ തന്നെ കൈയൊക്കെ കറുപ്പ് കളറായി മാറും കേട്ടോ. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ചെടിയാണ് കയ്യോന്നി എന്നുള്ളത്. ഇത് നമ്മൾ ഫ്രഷായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് കാരണം നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ തലയ്ക്ക് തണുപ്പ് തട്ടിയാൽ പ്രശ്നമുള്ള ആളുകൾ, തലവേദനയോ അല്ലെങ്കിൽ നീരിറക്കോ മൂക്കടപ്പോ അങ്ങനെയൊക്കെ, ചിലപ്പോൾ തലയിൽ നീരിറങ്ങി കഴിഞ്ഞാൽ മൂക്കടപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ജലദോഷം ഒക്കെ പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനത്തെ അലർജിയുടെ പ്രശ്നമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു ചേർത്തി കൊടുക്കാം. ഗ്രാമ്പു ചേർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ തണുപ്പ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഈ ഗ്രാമ്പു ചേർത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 വരെ നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കോഫി പൗഡർ ചേർത്തി കൊടുക്കാം. ഇനി കോഫി പൗഡറോ അല്ലെങ്കിൽ ചായപ്പൊടി ആയാലും ഓക്കെയാണ്. എനിക്ക് എന്നാലും ഏറെ ഇഷ്ടം കോഫി പൗഡർ ചേർത്താൻ കേട്ടോ. കോഫി പൗഡർ ചേർത്തുന്ന സമയത്ത് നമ്മുടെ ഹെയറിന് നല്ലൊരു ഡാർക്ക് കളർ കൊടുക്കും. ഈ വൈറ്റ് ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലതുപോലെ പെട്ടെന്ന് ഡാർക്ക് ആക്കാനായിട്ട് ഈ കോഫി പൗഡറിന് സാധിക്കും കേട്ടോ. ഞാനൊരു 2.5 ടീസ്പൂൺ കോഫി പൗഡറാണ് ഇപ്പോൾ ചേർത്തി കൊടുത്തിട്ടുള്ളത്. ഈ കോഫി പൗഡറും അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ഭൃംഗരാജൻ്റെ ജ്യൂസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഗ്രാമ്പൂ നല്ല വെന്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഈ ജ്യൂസിലേക്ക് കിട്ടും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കയ്യോന്നീൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലപോലെ പാകമായി വരാനുണ്ട്. നല്ല വെന്ത് കഴിഞ്ഞ് അത് ആ ജ്യൂസൊന്ന് നമ്മൾ പാകമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തരത്തിലുള്ള അലർജിയോ തുമ്മലോ തലവേദനയോ ഒന്നും വരാതിരിക്കുന്നതിന് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുറുകി വരുന്ന സമയം വരെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കട്ടെ. നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ ഹെയർ ഡൈ വേണ്ടത്, നമ്മൾ മിക്സ് ചെയ്യുന്ന എത്രത്തോളം വെള്ളം വേണം അതിന് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഈ തിക്കായിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മൾ അരിച്ചിട്ട് മാറ്റണം കേട്ടോ. നമ്മൾ അരച്ചിട്ടുള്ള കയ്യോന്നിയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചണ്ടിയൊക്കെ ഒന്ന് അരിച്ച് നല്ലതുപോലെ അതിൻ്റെ ലിക്വിഡ് മാത്രമാക്കി എടുക്കുക. എന്നിട്ട് ആ ലിക്വിഡാണ് നമ്മൾ ഹെയർ ഡൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
അങ്ങനെ അരിച്ചെടുക്കുന്ന ഈ ഒരു മിക്സിലാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം, അതിലൊട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത്. നമ്മുടെ കയ്യോ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്ന സ്പൂണ് വരെ നമ്മൾ ക്ലീൻ ആയിരിക്കണം. എണ്ണയുടെ ഒരു അംശം പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഹെയറും എണ്ണ ഉണ്ടാവരുത്, അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രങ്ങളും എണ്ണ ഒട്ടും തന്നെ ഉണ്ടാവരുത്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ മെഹന്തി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ് കേട്ടോ. പിന്നെ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലേക്ക് എത്രത്തോളം ഇത് വേണ്ടി വരും അതിന് കണക്കാക്കിയിട്ട് എടുക്കാം. ലിക്വിഡ് ആയാലും ശരി, മെഹന്തി പൗഡർ ആണെങ്കിലും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മെഹന്തിയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കട്ടയില്ലാത്ത തരത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടും കേട്ടോ. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടും. ഞാൻ ഈ ഹെയർ ഡൈ മിക്സ് ചെയ്തിട്ടുള്ള ഇരുമ്പിൻ്റെ കടായിലെല്ലാം, അപ്പോൾ ആ ഇരുമ്പിൻ്റെ അംശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 സ്ക്രൂ അല്ലെങ്കിൽ ഒരു ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ആ എണ്ണേനെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് തനിയെ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം 2-3 പ്രാവശ്യമായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ എണ്ണ നന്നായിട്ട് കറുപ്പ് കളറായിട്ട് വരും കേട്ടോ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ആണി ഇട്ട ഭാഗമല്ലേ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഇത് വരും, ആ ഇരുമ്പിൻ്റെ സത്ത് എല്ലാ ഭാഗത്തേക്കും വരും. അപ്പോൾ ഇടയ്ക്ക് 2-3 തവണ ഞാനങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വെക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഈ പാക്ക് നല്ലതുപോലെ ഡാർക്ക് കളറായിട്ട് മാറും. ഈ പാക്ക് തലേ ദിവസം രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയധികം വൈറ്റായിട്ടുള്ള ഹെയർ ഉള്ള ഒരാളാണ് ഇദ്ദേഹം. ഒരിക്കൽ പോലും കെമിക്കലായിട്ടുള്ള ഡൈയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഡൈയോ തേച്ചിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഹെയറിൻ്റെ എവിടേക്കാണോ വൈറ്റ് ആയിട്ടുള്ള ഭാഗം ആ ഭാഗത്തെല്ലാം കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്ക് ഭാഗത്തേക്കില്ല, പക്ഷേ ഫ്രണ്ടിലെല്ലാം നല്ലതുപോലെ നരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തമിഴ് നടൻ അജിത് കുമാറിൻ്റെ കട്ട ഫാനായത് കാരണം ഇതുവരേക്കും ഹെയറിൽ ഒരു കെമിക്കലായിട്ടുള്ള ഡൈയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഡൈയോ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ ബ്ലാക്ക് ആയിട്ടുള്ള ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്, വൈറ്റ് ഹെയറിൽ ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞത് കാരണം നിർബന്ധിച്ച് ഞാൻ പിടിച്ചിരുത്തിയതാട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഹെയറിൽ അതങ്ങനെ വെക്കണം. എന്നിട്ടേ നമ്മൾ വാഷ് ചെയ്ത് കളയാവൂ. ഇദ്ദേഹത്തിന് സമയം ഒട്ടും തന്നെ ഇല്ലാത്ത കാരണം നമ്മൾ 1 മണിക്കൂറിൽ തന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഹെയർ എല്ലാം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്തത് അപ്ലൈ ചെയ്യാനും കൂടി 1 മണിക്കൂർ അതിനും സമയമുള്ളൂ. അതും നമ്മൾ അടുത്ത പാക്ക് ഇടുന്ന സമയത്തും 2 മണിക്കൂർ മിനിമം നമ്മൾ ഹെയറിൽ വെക്കണം. അപ്പോൾ ഏതാനും നല്ലതുപോലെ ഒന്ന് റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാക്കും കൂടി നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് നീലമരീൻ്റെ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ബ്രാൻഡ് എടുത്താലും ഓക്കെ. നീലമരീൻ്റെ പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം, ഒരുപാട് ചൂടാവരുത് വെള്ളം, അതേപോലെ തന്നെ ഒട്ടും തന്നെ തണുപ്പുള്ളതായിരിക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ആദ്യം പാക്ക് അപ്ലൈ ചെയ്തോ അതുപോലെ തന്നെ ഹെയറിലേക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈറ്റ് ആയിട്ടുള്ള ഹെയർ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ പാക്ക് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നോർമലായിട്ടുള്ള ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്ത് കളയുക. കുളിച്ചതിനുള്ള തലമുടി നോക്കി നോക്കൂ, അത്രയധികം നരച്ച മുടികളുള്ളതായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ല കട്ട കറുപ്പിൽ ബ്ലാക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.